അപ്പോൾ നമ്മുടെ സിവിൽ സർവീസ് അതുപോലെ തന്നെ ഫോറസ്റ്റ് സർവീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ UPSCൻ്റെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫോട്ടോ എടുക്കേണ്ട വിധം അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ സിവിൽ സർവീസ് 2025 നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സിവിൽ സർവീസ് നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ ഫോറസ്റ്റ് സർവീസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സിവിൽ സർവീസിനാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ അവസാന വർഷ വിദ്യാർത്ഥികൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കും. ദെൻ ഓൾസോ നമ്മുടെ ഫോറസ്റ്റ് സർവീസിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സയൻസ് സ്ട്രീം നമ്മുടെ ഡിഗ്രിയിൽ ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത്ര ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന, അതായത് ഈ പറഞ്ഞ യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ ഇതിൽ വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട് UPSCക്ക് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് അതിൽ തരുന്നതായിരിക്കും. അതായത് ഇതിൻ്റെ മെയിൻസിന് എങ്ങനെ സിലബസ് സെലക്ട് ചെയ്യണം, അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻസിന് തന്നെ ഇതിന് ഫസ്റ്റ് 2 പേപ്പേഴ്സ് ഉണ്ട്. ഒന്നിൽ ഇംഗ്ലീഷ് വരും, മറ്റൊന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ സെലക്ട് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതൊക്കെ ക്ലിയർ കട്ടായിട്ട് ഞാൻ ആ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിൽ യോഗ്യത, ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ ലെങ്ത് ആയിട്ട് തോന്നും. അതുകൊണ്ട് നമ്മൾ വാട്സപ്പ് ചാനലിലൂടെ ഷോർട്ടായിട്ട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും, ഒരു അപ്ഡേറ്റ് തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ മറ്റുള്ള ജോലിക്ക് വേണ്ടി RRB അതുപോലെ തന്നെ SSC, ഡിഫൻസ് ഇതിനൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. UPSC പഠിക്കുന്നവർ UPSCക്ക് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ രണ്ടിലും നോക്കുന്നുണ്ട്, രണ്ടിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് 22/1/2025 11/2/2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഓൺലൈനായിട്ട് UPSCൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ തന്നെ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മുതൽ ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെയൊക്കെ സർവീസും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സർവീസ് ഗ്രൂപ്പ് എയിലേക്കുള്ള പോസ്റ്റാണ്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ലാസ്റ്റായിട്ട് പോണ്ടിച്ചേരി പോലീസ് സർവീസിലേക്ക് വരെയുള്ള പോസ്റ്റുകളിലേക്ക് നമുക്ക് ഇതിലൂടെ സെലക്ഷൻ നേടാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള പോസ്റ്റിൻ്റെ, അതായത് ഈ പോസ്റ്റിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എവിടെ എക്സാം എഴുതാൻ സാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് സെലക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് കേരളത്തിൽ എറണാകുളം, കൊച്ചി, അതുപോലെ തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നമുക്ക് പരീക്ഷാ സെൻറ്റർ ഉണ്ട്. അത് പ്രിലിമിനറി എക്സാമിനേഷനാണ്. അത് നമുക്ക് ഇത്രയും സ്ഥലങ്ങളിലുണ്ട്. അതുപോലെ മെയിൻ എക്സാമിനേഷന് നമുക്ക് തിരുവനന്തപുരം മാത്രമാണ് സെൻറ്റർ ആയിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്കും കൂടി നമുക്ക് കിടക്കാവുന്നതാണ്. എലിജിബിലിറ്റി കണ്ടീഷൻസ് നമുക്ക് നോക്കാം. മിനിമം ഏജ് പറയുന്നത് 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. SC STക്ക് 5 വർഷവും അതുപോലെ OBCക്ക് 3 വർഷത്തെയും പ്രായത്തിലിളവ് നൽകപ്പെടുന്നുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇതിന് അറ്റംപ്റ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര തവണയെ ഒരു ഉദ്യോഗാർത്ഥിക്കും എഴുതാൻ പറ്റുന്നുണ്ട്. അതായത് 6 തവണയാണ് പരമാവധി നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾ പ്രിലിമിനറി ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അത് ഒരു അറ്റംപ്റ്റ് ആയിട്ട് കൂട്ടും. നിങ്ങൾ അപേക്ഷിച്ചു പക്ഷേ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അത് അറ്റംപ്റ്റ് ആയിട്ട് കൂട്ടത്തില്ല. അതുപോലെ SC STക്ക് അൺലിമിറ്റഡ് അറ്റംപ്റ്റ് ആണ്. നിങ്ങളുടെ ഏജ് ലിമിറ്റ് കഴിയുന്നത് വരെ യോഗ്യത ഉണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ OBC ഉദ്യോഗാർത്ഥികൾക്ക് 9 തവണയാണ് ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ദെൻ ഇതിന് ഫീസ് ഉണ്ട്. ഫീമെയിൽ SC ST അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഇവർക്കൊന്നും ഫീസില്ല. ബാക്കിയുള്ള എല്ലാവരും 100 രൂപ അപേക്ഷാ ഫീസായിട്ട് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ്. എനി ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. പേപ്പർ A എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പേപ്പർ B എന്ന് പറയുന്നത് ഇത് രണ്ടും ക്വാളിഫയിങ് ആണ്. 300 എന്ന് പറയുന്നത് മെയിൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചൂസ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് 2 പേപ്പറും കൂടി ഉണ്ട്. ആ പേപ്പർ എങ്ങനെ ചൂസ് ചെയ്യണം, പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എല്ലാം കൂടി 2025 മാർക്കിനാണ് ഈ ഒരു ടോട്ടൽ സെലക്ഷൻ. മെയിൻസ് ഉൾപ്പെടെയുള്ള സെലക്ഷൻ നടക്കുന്നത്. പ്രിലിമിനറി ജസ്റ്റ് ക്വാളിഫയിങ് ആണ്. അപ്പോൾ എന്തായാലും അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് മലയാളത്തിൽ ഉൾപ്പെടെ പരീക്ഷയും കാര്യങ്ങളൊക്കെ എഴുതാനുള്ള സൗകര്യമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് മിനിമം ഡിഗ്രിയാണ് വേണ്ടത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ ഫോട്ടോഗ്രാഫിൻ്റെ ഒരു കാര്യം ഈ വീഡിയോയിൽ തന്നെ പറയാം. എന്തായാലും ഗ്രൂപ്പിൽ ഞാനത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ അപേക്ഷയ്ക്ക് 10 ദിവസം മുമ്പുള്ള ഫോട്ടോഗ്രാഫ് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ അടുത്തെടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ് മാത്രമേ പറ്റത്തുള്ളൂ. ഇന്ന് തൊട്ട് ബാക്കോട്ടേക്ക് 10 ദിവസം മുമ്പ് എടുത്തിട്ടുള്ള ഫോട്ടോസ് മാത്രമേ ഇതിന് കൊടുക്കാൻ
എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫേസ് എന്ന് പറയുന്നത് 3/4 സ്പേസ് ആയിരിക്കണം ഫോട്ടോഗ്രാഫിൽ ഉണ്ടായിരിക്കേണ്ടത്. അതായത് നമ്മളെ ഫേസ് ആയിരിക്കണം ആ ഒരു സ്പേസിൽ 3/4 ഫേസ് ഭാഗം കാണിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്, അതുപോലെ തന്നെ ഡേറ്റ് ഓൺ വിച്ച് ദി ഫോട്ടോഗ്രാഫ് വാസ് ടേക്കൻ, നമ്മുടെ പേരും അതുപോലെ തന്നെ ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റും അടയാളപ്പെടുത്തിയിട്ട് വേണം ഫോട്ടോ അപ്ലോഡ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള അപ്ഡേറ്റ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആദ്യം തന്നെ ഫോറസ്റ്റ് സർവീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലഭിക്കും. അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ സിവിൽ സർവീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. അതുപോലെ ക്ലിക്ക് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാനും സാധിക്കും. ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് താഴെ ലഭിക്കും. നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതിലൂടെ കയറി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്.